Dear students, welcome to Learner's World. In this video, I'm going to talk about Phenomenology, Foundations of Literary Theory, FUGP, Semester 5, BA English Language and Literature, Calcutta University. Phenomenology is a philosophical and literary theory that studies human experience. Phenomenology എന്ന് പറയുന്നത് a kind of literary theory ആണ്. ഫിലോസോഫിക്കൽ ലിറ്റററി തിയറിയാണ് ഫിനോമിനോളജി. ഹ്യൂമൻ എക്സ്പീരിയൻസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. മനുഷ്യരുടെ നിത്യജീവിതത്തിലെ അവരുടെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡിയാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പ്ലൈനിങ് ദ വേൾഡ് ത്രൂ സയൻസ്, ഹിസ്റ്ററി ഓർ സൈക്കോളജി, ഇറ്റ് ആസ്ക് ഹൗ തിങ്സ് അപ്പിയർ ഇൻ അവർ എവരിഡേ ലിവ്ഡ് എക്സ്പീരിയൻസ്. അതായത് സയൻസിലൂടെയും അതായത് ശാസ്ത്രത്തിലൂടെയും ചരിത്രത്തിലൂടെയും മനഃശാസ്ത്രത്തിലൂടെയൊക്കെ എങ്ങനെയാണ് ലോകം കാണുന്നത്, എങ്ങനെയാണ് ലോകത്തെ വിവരിക്കുന്നത്, അതിലുപരിയായിട്ട് അതിന് മുന്നേ, അതായത് സയൻസിൻ്റെയും ചരിത്രത്തിൻ്റെയും ആ ഒരു എക്സ്പ്ലനേഷന് മുമ്പ് മനുഷ്യരുടെ അനുഭവത്തിൽ എങ്ങനെയാണ് ലോകം പ്രത്യക്ഷപ്പെടുന്നത്, മനുഷ്യരുടെ എവറിഡേ ലിവ്ഡ് എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ലോകം പ്രത്യക്ഷപ്പെടുന്നത്, അതിനാണ് ഫിനോമിനോളജിയിൽ പ്രാധാന്യം നൽകുന്നത്. It was founded by Edmund Husserl, Martin Heidegger and Maurice Merleau-Ponty. ഇതിൻ്റെ സ്ഥാപകരായിട്ട് വരുന്നതാണ് എഡ്മണ്ട് ഹുസേൾ, പിന്നീട് മാർട്ടിൻ ഹെഡ്ഗർ, മോറിസ് മെർലോ-പോണ്ടി തുടങ്ങിയിട്ടുള്ളവർ, അതുപോലെ ഹാൻസ് ജോർജ് കാഡമർ. ഇവരൊക്കെയാണ് ഈ ഒരു തിയറി വികസിപ്പിച്ചത് എന്നാണ് പറയുന്നത്. In literary studies, phenomenology focuses on how readers experience a literary text. സാഹിത്യത്തിൽ വരുന്ന സമയത്ത് ഈ ഫിനോമിനോളജി അപ്ലൈ ചെയ്യുന്നത് വായനക്കാരൻ ഒരു കൃതിനെ, ഒരു വർക്കിനെ, ഒരു ലിറ്റററി ടെക്സ്റ്റിനെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അങ്ങനെയാണ് ആ ഒരു ലിറ്റററി ടെക്സ്റ്റിൻ്റെ അർത്ഥം, മീനിങ് രൂപപ്പെടുന്നത് എന്നാണ് പറയുന്നത്. Next, people usually live automatically without paying attention to ordinary experiences. അതായത് സാധാരണയായിട്ട് നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും, അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് നമ്മുടെ എവറിഡേ ലൈഫിൽ. വി ട്രാവൽ, ഈറ്റ്, സ്റ്റഡി ആൻഡ് യൂസ് മൊബൈൽ ഫോൺസ് വിത്തൗട്ട് നോട്ടീസിങ് ദ ഡീറ്റെയിൽസ് അറൗണ്ട് ഹൗസ്. അതായത് നമ്മൾ നിത്യേന യാത്ര ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റുമൊന്നും നമ്മളങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. സംടൈംസ് ഹവെവർ എ സഡൻ ഇവൻറ്റ് മേക്സ് us നോട്ടീസ് ദ വേൾഡ് മോർ ക്ലിയർലി. പക്ഷേ ചില സമയത്ത് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ നമുക്ക് കാണാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു സമയത്ത്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുന്നുണ്ട്. When a bus suddenly stops during a journey, we suddenly becomes aware of the rain, sounds, smells and movements around us. അതായത് നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇടുകയാണ്. അതുവരെ നമ്മൾ ചുറ്റുള്ളതൊന്നും വല്ലാതെ ഒന്നും ഒബ്സർവ് ചെയ്യുന്നില്ല, ക്ലിയർലി നമ്മൾ ലോകത്തെ കാണുന്നില്ല. പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, അതിലാണ് നമ്മൾ നമ്മുടെ ചുറ്റും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് മഴയുടെ ശബ്ദം, കാറ്റ്, അതുപോലെ യാത്രക്കാരുടെ ചലനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫിനോമിനോളജി ആസ്ക് ഹൗ ഡസ് ദ വേൾഡ് അപ്പിയർ ടു അസ് ബിഫോർ വി എക്സ്പ്ലെയിൻ ഇറ്റ് സയൻറ്റിഫിക്കലി ഓർ ലോജിക്കലി. അപ്പോൾ ഫിനോമിനോളജി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമുക്കൊരു പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ഇതിനു മുമ്പും നമ്മളുടെ ചുറ്റുപാടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതായത് മഴയുടെ ശബ്ദം ഉണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, അതിലെ യാത്രക്കാരൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ അവയെ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഫിനോമിനോളജി ചോദിക്കുന്നുണ്ട്, ശാസ്ത്രീയമായി വിശദീകരിക്കുന്നതിന് മുമ്പ് ലോകം നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം
ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ്, ആ ഒരു സ്റ്റഡി തന്നെയാണ് ഫിനമിനോളജി എന്ന് പറയുന്നത്. അതായത് സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ലോകം, വേൾഡിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് തന്നെയാണ് ഫിനമിനോളജി എന്നാണ് പറയുന്നത്. അടുത്തത്, ദ സെൻട്രൽ ഐഡിയ ഓഫ് ഫിനമിനോളജി ഈസ് ലിവ്ഡ് എക്സ്പീരിയൻസ്. ഫിനമിനോളജിയുടെ ഏറ്റവും പ്രധാന ഒരു ആശയം എന്ന് പറയുന്നത് ലിവ്ഡ് എക്സ്പീരിയൻസ് ആണ്. അതായത് ജീവിച്ച അനുഭവമാണ്, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ എവറിഡേ ലിവ്ഡ് എക്സ്പീരിയൻസ് ആണ്. സയൻസ് മേ എക്സ്പ്ലെയിൻ വാട്ട് ടീ ഈസ് മെയ്ഡ് ഓഫ്, ബട്ട് ഫിനമിനോളജി ആസ്ക് വാട്ട് ഈസ് ഇറ്റ് ലൈക്ക് ടു ഡ്രിങ്ക് ടീ. അതായത് ഒരു ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസ് നമുക്ക് വിശദീകരിച്ച് തരുന്നത് ഒരു ചായയുടെ രാസഘടനയെ വിശദീകരിച്ച് തരും. പക്ഷേ ഫിനമിനോളജി നമ്മളോട് ചോദിക്കുന്നത് ചായ കുടിക്കുന്നത് എങ്ങനെയുള്ള ഒരു അനുഭവമാണ്, നമ്മുടെ അനുഭവം എന്താണ്. സയൻസ് അങ്ങനെയല്ല, ചായൻ്റെ രാസഘടന, ചായ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ഫിനമിനോളജി എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്, ചായ കുടിക്കുന്നത് എങ്ങനെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, അതായത് ഒരു മഴയുള്ള ദിവസം ചൂടുള്ള ചായ കുടിക്കുന്ന ഒരു ഉദാഹരണം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുക്കുന്നുണ്ട്. ദ ടേസ്റ്റ്, സ്മെൽ, വെദർ, മെമ്മറീസ്, ഇമോഷൻസ് ആൻഡ് സറൗണ്ടിങ്സ് ടുഗദർ ക്രിയേറ്റ് എ കംപ്ലീറ്റ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ഈസ് ദെർഫോർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അബ്സ്ട്രാക്ട് എക്സ്പ്ലനേഷൻസ്. അതായത് നമ്മൾ ചായ കുടിക്കുമ്പോൾ നമുക്കതിൻ്റെ രുചി, മണം, ഓർമ്മകൾ, ഇമോഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവയെല്ലാം ചേർന്നാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത്, അനുഭവം ഉണ്ടാകുന്നത്, ആ ചായ കുടിക്കുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് ഈ ഘടകങ്ങളൊക്കെ ചേർന്നിട്ടാണ്. അതുകൊണ്ടാണ് അനുഭവം, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വെറും ഒരു ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, അതായത് ഒരു വസ്തുതകളേക്കാൾ പ്രധാനമാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അടുത്തത്, എഡ്മണ്ട് ഹുസേൾ, ബാക്ക് ടു ദ തിങ്സ് ദംസെൽസ്. അതായത് എഡ്മണ്ട് ഹുസേലിൻ്റെ ഒരു ആശയമാണ് വസ്തുക്കളിലേക്ക് തന്നെ മടങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ള ആശയം. എഡ്മണ്ട് ഹുസേൾ ബിലീവ്ഡ് ദാറ്റ് പീപ്പിൾ യൂഷ്വലി സീ ദ വേൾഡ് ത്രൂ ഹാബിറ്റ്സ്, ബിലീഫ്സ് ആൻഡ് സോഷ്യൽ ജഡ്ജ്മെൻറ്റ്സ്. അതായത് ഹുസേൽ പറയുന്നത് നമ്മൾ ലോകത്തെ നമ്മൾ നേരിട്ട് കാണുന്നില്ല, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ വിശ്വാസങ്ങൾ, സോഷ്യൽ ജഡ്ജ്മെൻറ്റ്സ്, അതായത് സാമൂഹിക കാഴ്ചപ്പാടുകൾ, നമ്മുടെ പ്രജനൈസ്, മുൻവിധികൾ എന്നിവയിലൂടെയാണ് നാം ലോകത്തെ കാണുന്നത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുന്നുണ്ട്. വെൻ വി സീ എ പുവർ വർക്കർ വി ഇമ്മീഡിയറ്റ്ലി ജഡ്ജ് ബേസ്ഡ് ഓൺ എ ക്ലാസ് ഓർ അപ്പിയറൻസ്. അതായത് നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ഒരു ദരിദ്രനായിട്ടുള്ള ഒരു വർക്കറെ, ഒരു പുവർ വർക്കർ, തൊഴിലാളീനെ കണ്ടാൽ നാം എന്താ ചെയ്യുക, ഉടൻ തന്നെ ദാരിദ്ര്യം, വിദ്യാഭ്യാസം, സാമൂഹിക സ്ഥാനം എന്നിവയെക്കുറിച്ചിട്ട് നമ്മൾ വേഗം വിധി പറയാൻ തുടങ്ങും. അയാളുടെ ആ ഒരു പുവർ വർക്കറെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, അയാളുടെ വിദ്യാഭ്യാസം, ദാരിദ്ര്യം എന്നിവയൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. Husserl advised us to put aside these assumptions and observe things as they actually appear. അപ്പോൾ ഹുസൽ പറയുന്നത് ആദ്യം നമ്മൾ ഇത്തരം മുൻവിധികൾ, നമ്മുടെ ഇങ്ങനെയുള്ള പ്രജുഡൈസുകൾ മാറ്റിവെച്ച് ആ ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ യഥാർത്ഥ അനുഭവത്തിൽ കാണണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു പുവർ വർക്കർ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ വിദ്യാഭ്യാസവും അയാളുടെ സോഷ്യൽ പൊസിഷൻ എന്താണ്, ഇതിൻ്റെ ആ ഒരു പ്രജുഡൈസ്, നമ്മളുടെ മനസ്സിലുള്ള അയാളെക്കുറിച്ചുള്ള ഒരു മുൻവിധി മാറ്റി വെച്ചിട്ടാണ് അയാളെ കാണേണ്ടത്, അയാളായിട്ട് കാണണം എന്ന് പറയുന്നുണ്ട്. ഇതിന് അദ്ദേഹം ഒരു പേര് പറയുന്നുണ്ട്. ദിസ് മെത്തേഡ് ഈസ് കാൾഡ് എപ്പോക്ക് ബ്രാക്കറ്റിംഗ്. അതിന് പറയുന്ന ഒരു പേരാണ് എപ്പോക്ക് എന്ന് പറയുന്നത്, ബ്രാക്കറ്റിംഗ് എന്ന് പറയും ഇതിന്. Phenomenology says that consciousness is always directed toward something. We fear something, we love someone, we remember something, we hope for something. പിന്നീട് ഫിനോമിനോളജി പറയുന്നത് കോൺഷ്യസ്നെസ്, അതായത് ബോധം എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മളെ കോൺഷ്യസ്നെസ് ഉള്ളത്. അതായത് ഫിനോമിനോളജി പറയാണ് നമ്മുടെ മനസ്സ്, വി ഫിയർ സംതിങ്, നമ്മൾ എന്തിനോ ഭയക്കുന്നുണ്ട്,
വി ലവ് സംവൺ, നമ്മൾ ആരെയോ സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ നമ്മളെ കോൺഷ്യസ്നെസ് ആണ്. വി റിമെമ്പർ സംതിങ്, നമ്മൾ ആരെയോ ഓർക്കുന്നുണ്ട്. വി ഹോപ്പ് ഫോർ സംതിങ്, നമ്മൾ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സൊരിക്കലും ശൂന്യമല്ല എന്നാണ് പറയുന്നത്. അവർ മൈൻഡ് ഈസ് നെവർ എംപ്റ്റി. ഹ്യൂമൻ ബീങ്സ് ആർ ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദ വേൾഡ് ത്രൂ തോട്ട്സ്, ഫീലിങ്സ്, മെമ്മറീസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. നമ്മുടെ മനസ്സൊരിക്കലും ശൂന്യമല്ല. നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധം എപ്പോഴും എന്തെങ്കിലും ഒന്നിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കും, എന്തെങ്കിലും ഒന്നുമായിട്ട് കണക്റ്റഡാണ്. വി ഫിയർ സംതിങ്, വി ലവ് സംവൺ, വി റിമെമ്പർ സംതിങ്, വി ഹോപ്പ് ഫോർ സംതിങ് എന്നാണ് പറയുന്നത്. അതിനുള്ള ഉദാഹരണമാണ്, അതായത് നമ്മൾ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കും, എന്തിനെങ്കിലുമൊക്കെ ഭയപ്പെടുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് ലോകത്തിൽ നിന്ന് വേറിട്ടുള്ള ഒരാളല്ല എന്നാണ് പറയുന്നത്. നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങളുമായിട്ട് സംതിങ്ങുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, നമ്മുടെ വികാരങ്ങൾ, പ്രതീക്ഷകൾ എന്നിവയിലൂടെ മനുഷ്യൻ ലോകവുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. വി ഓഫൺ സീ തിങ്സ് വിത്തൗട്ട് റിയലി നോട്ടീസിങ് ദം. നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്, പക്ഷേ എല്ലാം ശ്രദ്ധിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, വി വാക്ക് ത്രൂ ദ സെയിം കോളേജ് കോറിഡോർ എവറി ഡേ വിത്തൗട്ട് പേയിങ് അറ്റൻഷൻ. നമ്മൾ ദിവസവും, ഒരു ഉദാഹരണമാണ് പറയുന്നത്, നമ്മൾ ദിവസവും കോളേജിലെ അതേ കോറിഡോറിലൂടെ, ഇടനാഴിയിലൂടെ നമ്മൾ നടക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴൊന്നും പ്രത്യേകിച്ചൊന്നും നമുക്ക് തോന്നുന്നില്ല. ബട്ട് ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് കോളേജ് ദ സെയിം കോറിഡോർ സഡൻലി ബിക്കംസ് ഇമോഷണൽ ബിക്കോസ് മെമ്മറീസ് ചേഞ്ച് അവർ എക്സ്പീരിയൻസ്. പക്ഷേ അവസാന പരീക്ഷ കഴിഞ്ഞ് അതേ ഇടനാഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ വികാരങ്ങൾ, നമുക്ക് ഇമോഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആ ഇടനാഴിയുടെ മതിലുകൾ, ക്ലാസ് മുറികൾ, ബെഞ്ചുകൾ എല്ലാം ഒരു ഇമോഷണലായിട്ട് മാറുന്നുണ്ട്. അതിനുള്ള കാരണം ഓർമ്മകൾ ആ അനുഭവത്തെ മാറ്റുന്നു, അതായത് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസിനെ മാറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫിനോമിനോളജി ഷോസ് ദാറ്റ് മീനിങ് ഡിപ്പെൻഡ്സ് ഓൺ അവർ ലിവ്ഡ് എക്സ്പീരിയൻസ് റാദർ ദാൻ ദ ഒബ്ജക്റ്റ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഫിനോമിനോളജി പറയുന്നത് വസ്തുവിനേക്കാൾ നമ്മുടെ അനുഭവമാണ് മീനിങ് ഉണ്ടാക്കുന്നത്. അതായത് ആദ്യം നമ്മൾ ആ ഒരു കോറിഡോറിലൂടെ, ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഡേ, നമ്മുടെ എക്സാമിന് ലാസ്റ്റ് ഡേ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ട്, നമ്മളെല്ലാം കാണുന്നുണ്ട്, എല്ലാത്തിനും ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്, നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയാണ് അതിനൊരു മീനിങ് വരുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു വസ്തുവിനേക്കാൾ നമ്മുടെ അനുഭവമാണ് മീനിങ് സൃഷ്ടിക്കുന്നത്. അടുത്തത് മോറിസ് മെർലോപോണ്ടി argued that the body is not simply a machine. മോറിസ് മെർലോപോണ്ടി പറയുന്നത് ശരീരം ഒരു യന്ത്രം മാത്രമല്ല എന്ന് പറയുന്നുണ്ട്. വി എക്സ്പീരിയൻസ് ദ വേൾഡ് ത്രൂ അവർ ബോഡി. ഫോർ എക്സാമ്പിൾ, സ്വെറ്റിംഗ് വൈൽ ഗിവിംഗ് എ സെമിനാർ, ക്ലൈംബിംഗ് സ്റ്റേഴ്സ് ഡ്യൂറിംഗ് എ പവർ കട്ട്, ലേണിംഗ് ടു റൈഡ് എ ബൈസിക്കിൾ. ദ ബോഡി ഈസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് ദ സെൻറ്റർ ത്രൂ വിച്ച് വി അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. ശരീരം ഒരു യന്ത്രം മാത്രമല്ല, മോറിസ് മെർലോപോണ്ടിയാണ് പറയുന്നത്. ലോകത്തെ അനുഭവിക്കുന്നത് ശരീരത്തിലൂടെയാണെന്നാണ് പറയുന്നത്. അതിനുള്ള ഉദാഹരണമാണ് സെറ്റിംഗ് വൈൽ ഗിവിങ് എ സെമിനാർ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ വിയർക്കുന്നത്, അതായത് നമ്മൾ ആ ഒരു ലോകത്ത് അനുഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ്. നമ്മൾ സെമിനാർ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ വിയർക്കുന്നത് അതിനൊരു ഉദാഹരണമാണ്. അതുപോലെ വൈദ്യുതി ഇല്ലാത്തപ്പോൾ നമ്മൾ പടികൾ കയറുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുന്നത്, സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ ആദ്യം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, പിന്നീട് ശരീരം തന്നെ അത് ലേൺ ചെയ്യുന്ന ഒരു അനുഭവം. ഇതൊക്കെ നമ്മൾ ആ ഒരു ലോകത്തെ, വേൾഡിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ശരീരത്തിലൂടെയാണ്. ശരീരം എന്ന് പറയുന്നത് ഒരു യന്ത്രം മാത്രമല്ല എന്ന് കാണിക്കുകയാണ്. The body is not separate from experience, it is the center through the which we understand the world. ശരീരം എന്ന് പറയുന്നത് അനുഭവത്തിൽ നിന്ന് വേറിട്ട ഒന്നല്ല, ശരീരം എന്ന് പറയുന്നത്. ശരീരത്തിലൂടെയാണ് മനുഷ്യൻ ലോകത്തെ മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്ലോക്ക് ടൈം ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആർ ഡിഫറെൻറ്റ്. അതായത് ക്ലോക്ക് ടൈം മീൻസ് നമ്മുടെ സമയവും ഹ്യൂമൻ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങളും വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. 10 minutes in a hospital may feel like hours.
3 happy hours with friends may pass quickly. Memories, emotions, waiting, and hope change our experience of time. Phenomenology studies live time, not simply measure time. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരേ സമയം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനുള്ള ഉദാഹരണം, അതായത് സമയമൊക്കെ ഒന്നായിരിക്കും, പക്ഷേ സാഹചര്യം വ്യത്യാസമായതുകൊണ്ട് നമുക്ക് വ്യത്യസ്തതയിലുള്ളൊരു അനുഭവമാണ് കിട്ടുന്നത്. അതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ ആശുപത്രിയിൽ ഡോക്ടറെ കാത്തിരിക്കുന്ന ഒരു 10 മിനിറ്റ് വളരെ ദൈർഘ്യമുള്ളതായിട്ട് തോന്നും. ഒരു 10 മിനിറ്റാണ് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ എന്ന് നമുക്ക് തോന്നും. അത് ഒരു സെയിം ഒരു ടൈം എന്താണ് ഒരു സമയമാണ്, പക്ഷേ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റാണ്, സാഹചര്യമാണ് നമുക്കത് വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടുന്നത്. ഒരു ഡിഫിക്കൽട്ടായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ വേറൊരു സംഭവം പറയാം. സുഹൃത്തുക്കളോടൊപ്പം സന്തോഷത്തോടെ ചിലവഴിക്കുന്ന 3 മണിക്കൂർ വളരെ വേഗം കടന്നു പോകും. 3 മണിക്കൂർ സമയമാണ്, പക്ഷെ നമ്മൾ പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മൾ ചിലവഴിക്കുന്നത് അത് ഇതാന്ന് പറയുമ്പോഴത്തേന് കഴിഞ്ഞു പോകും. അതും ഒരു സമയം, ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവം, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരാളുടെ മെസ്സേജിനായിട്ട് കാത്തിരിക്കുമ്പോൾ സമയം വളരെ പതുക്കെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഓർമ്മകൾ, വികാരങ്ങൾ, പ്രതീക്ഷ, കാത്തിരിപ്പ് എന്നിവ നമ്മുടെ സമയ അനുഭവത്തെ മാറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. Phenomenology says that we do not simply observe the world. The world also affects how we see ourselves. For example, entering a wedding after arriving late, speaking English in a Malayalam speaking classroom. Our self-awareness changes according to the situation. അതായത് ഫിനോമിനോളജി പറയുന്നത് നമ്മൾ ലോകത്തെ മാത്രം കാണുന്നില്ല, ലോകവും നമ്മെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ലോകത്തെ കാണുന്നില്ല, പക്ഷേ ലോകം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ലോകത്തെ ബാധിക്കുന്നുണ്ട് നമ്മളെങ്ങനെയാണ് നമ്മളെ കാണുന്നത് എന്നുള്ളത്. അതിനുള്ള ഉദാഹരണമാണ് പറയുന്നത്. അതായത് ഒരു വിവാഹ ചടങ്ങിൽ നമ്മൾ വൈകി എത്തുമ്പോൾ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നുന്നു. ഇതൊന്നിനൊരു ഉദാഹരണമാണ്. അതായത് നമ്മളൊരു പക്ഷേ ആ ഒരു വേൾഡിനെ നമ്മൾ കാണുന്നില്ല, പക്ഷേ എല്ലാവരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു മലയാളം മാത്രം സംസാരിക്കുന്ന ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമ്പോൾ നമുക്കൊരു ഷെയിം, ഒരു മടിയൊക്കെ തോന്നും, ഒരു അസ്വസ്ഥതയ്ക്ക് അനുഭവപ്പെടാം. അതൊക്കെ അതിന് ഉദാഹരണമാണ്. അതിനാൽ നമ്മുടെ അനുഭവം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് മാർട്ടിൻ ഹെഡ്ഗർ ബിലീവ് ദാറ്റ് ഹ്യൂമൻ ലൈഫ് ഗെയിൻസ് മീനിങ് ബിക്കോസ് ഇറ്റ് ഈസ് ടെമ്പററി. ഹെഡ്ഗർ പറയാണ്, മനുഷ്യ ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നത് അത് ശാശ്വതമല്ലാത്തതുകൊണ്ടാണ്. ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ടെമ്പററിയാണ്, താൽക്കാലികമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിനൊരു മീനിങ് ഉണ്ടാകുന്നത് എന്നാണ് മാർട്ടിൻ ഹെഡ്ഗർ പറയുന്നത്. Since we know life will end, we value family, friendship, love, home, memories. If life were endless, many experiences would lose their importance. അതായത് മനുഷ്യനൊരു മരണമുണ്ട്, ഒരു നാൾ മരിക്കുമെന്ന് അറിയുന്നതിനാലാണ് ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും നമ്മൾ വാല്യൂ കൽപ്പിക്കുന്നത്. അതായത് നമ്മളെ ഫാമിലിക്ക് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്, നമ്മൾ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഫാമിലിക്ക് നമ്മൾ വാല്യൂ കൽപ്പിക്കുന്നത് ഒരു നാൾ നമുക്ക് മരണമുണ്ട്, എല്ലാവരും നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ വീട്, ഓർമ്മകൾ, ഇതിനൊക്കെ വാല്യൂ കൽപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ജീവിതം എൻഡ്ലെസ് ആണെങ്കിൽ, നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങളായിരിക്കില്ല. നമ്മൾ വാല്യൂ കൊടുക്കുന്ന സംഭവങ്ങൾക്കൊന്നും ഒരു പക്ഷേ നമ്മളത്ര ഇമ്പോർട്ടൻസ് നൽകുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കുട്ടിക്കാലം വീണ്ടും തിരികെ വരില്ല എന്നറിയുന്നതിനാലാണ് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ വളരെ വിലപ്പെട്ടതായിട്ട് തോന്നുന്നത്. അതായത് നമ്മൾ കുട്ടിക്കാലം കഴിഞ്ഞു, യൗവനത്തിലെത്തി, ഇനി ആ കുട്ടിക്കാലം തിരിച്ചു വരില്ല എന്നറിയുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ വാല്യൂ കൽപ്പിക്കുന്നത്. അതിനാൽ മരണത്തെക്കുറിച്ചിട്ടുള്ള ബോധം ജീവിതത്തിന് അർത്ഥം നൽകുന്നുണ്ട് എന്നാണ് മാർട്ടിൻ ഹെയ്ഡ്ഗർ പറയുന്നത്. അടുത്തത് ഹാൻസ് ജോർജ് കാഡമർ said that nobody reads with a completely empty mind. Every reader brings language, culture, religion, history, personal experience. Understanding is therefore created through a meeting between the text and the reader. He called this the fusion of horizons. അപ്പോൾ ഗഡാമറും ചരിത്രപരമായ ധാരണയും, അതായത് ഹാൻഡ് ജോർജ് ഗഡാമർ പറയുന്നത്, ഒരു വായനക്കാരനും ശൂന്യമായ മനസ്സോടെയല്ല ഒരു സാഹിത്യകൃതി വായിക്കുന്നത്,
ഓരോ വായനക്കാരനും തൻ്റെ ഭാഷ, സംസ്കാരം, മതം, ചരിത്രം, വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ എന്നിവയുമായിട്ടാണ് വായിക്കുന്നത്. ഓരോ ടെക്സ്റ്റും ശൂന്യമായിട്ട് ആരും വായിക്കുന്നില്ല. അതിനാൽ തന്നെ അർത്ഥം രൂപപ്പെടുന്നത് വായനക്കാരനും കൃതിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലൂടെയാണെന്നാണ് പറയുന്നത്. അതായത് മീറ്റിംഗ് ബിറ്റ്വീൻ ദ ടെക്സ്റ്റ് ആൻഡ് ദ റീഡറും ടെക്സ്റ്റും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ചയിലൂടെയാണ് ആ ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് രൂപപ്പെടുന്നത്. ഇതിനെയാണ് ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺസ്, ചക്രവാളങ്ങളുടെ സംഗമം എന്ന് പേര് വിളിക്കുന്നത്. Phenomenology influenced reader response theory. Meaning is not completely inside the text. Meaning is created through the interaction between the literary text, the reader's experiences, culture, history, emotions. Different readers may interpret the same text differently. ഇനി പറയുന്നത് ഫിനോമിനോളജിയിൽ റീഡർ റെസ്പോൺസ് തിയറി രൂപപ്പെട്ടതിനെ കുറിച്ചിട്ടാണ്. ഫിനോമിനോളജിയുടെ ആശയങ്ങളിൽ നിന്നാണ് പിന്നീട് റീഡർ റെസ്പോൺസ് തിയറി രൂപപ്പെട്ടത്. ഈ സിദ്ധാന്തം പറയുന്നത് മീനിങ് ഒരു ടെക്സ്റ്റിനുള്ളിൽ മാത്രമല്ല, മാത്രമുള്ളതല്ല. മീനിങ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരു മീനിങ്, ഒരു കൃതിയുടെ, ഒരു സാഹിത്യത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. മീനിങ് ഇസ് ക്രിയേറ്റഡ് ത്രൂ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ, അതായത് ഈ ലിറ്ററി ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റുമായിട്ട് ഉള്ള ഒരു അഭിമുഖം അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, റീഡറുടെ, വായനക്കാരൻ്റെ അനുഭവങ്ങൾ, സംസ്കാരം, ചരിത്രം, ഇവരുടെ ഈ ഒരു ഘടകങ്ങളിലൂടെയുള്ള ഒരു പരസ്പര ഇടപെടലിലൂടെയാണ് മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിനാൽ ഒരേ കൃതിക്ക് വ്യത്യസ്ത വായനക്കാർ വ്യത്യസ്ത അർത്ഥങ്ങൾ കണ്ടെത്തും. അതായത് ഓരോ റീഡറും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്, അവരുടെ ഭാഷ ഡിഫറെൻ്റ് ആണ്, അവരുടെ അനുഭവങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഓരോ റീഡറുടെ ഡിഫറെൻറ്റ് റീഡേഴ്സിന് ഡിഫറെൻറ്റ് മീനിങ്സ് ആണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഈ ഹാംലെറ്റിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇതുമായി കണക്റ്റഡ് ആയിട്ട്, റീഡർ റെസ്പോൺസ് തിയറിയുമായി കണക്റ്റഡ് ആയിട്ട്, ഡിഫറെൻറ്റ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഹാംലെറ്റ് ഡിഫറെൻ്റ്ലി. പല തരത്തിലുള്ള വായനക്കാരും പലതരത്തിലാണ് ഹാംലെറ്റിനെ മനസ്സിലാക്കിയിട്ടുള്ളത്, പല രീതിയിലാണ് വായിക്കുന്നത്. നീച്ചെ അഡ്മയർഡ് ഹാംലെറ്റ്സ് ട്രാജിക് വിസ്ഡം. നീച്ചെ ഹാംലെറ്റ് ഒരു ദുരന്ത നായകനായിട്ട് വായിക്കുന്ന സമയത്ത് ജീവിതത്തിൻ്റെ കഠിന സത്യങ്ങളെ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നീച്ചെ വായിക്കുന്നത്. ഒരു ട്രാജിക് വിസ്ഡം, ഹാംലെറ്റ്സിൻ്റെ ഒരു ട്രാജിക് വിസ്ഡം വളരെ അഡ്മയർ ചെയ്തിട്ടാണ് നീച്ചെ വായിക്കുന്നത്. അടുത്തത് ഫെമിനിസ്റ്റ് ക്രിറ്റിക് സ്റ്റഡീസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് വിമൻ. ഫെമിനിസ്റ്റ് ആയിട്ടുള്ള വിമർശകർ ഇതിൽ ഈ ഹാംലെറ്റിലെ സ്ത്രീകളായിട്ടുള്ള ഒഫീലിയയുടെയും ഗെർട്രൂഡിൻ്റെയും ഒക്കെ അവതരണം പഠിക്കുന്നുണ്ട്. അതായത് സ്ത്രീകളുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നു. മാർക്സിസ്റ്റ് ക്രിറ്റിക് സ്റ്റഡീസ് പവർ ആൻഡ് ക്ലാസ്. ഒരു മാർക്സിസ്റ്റ് വിമർശകൻ അധികാരം, രാജഭരണം, വർഗബന്ധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. പവർ ആൻഡ് ക്ലാസ്. സൈക്കോ അനാലിറ്റിക് ക്രിറ്റിക് സ്റ്റഡീസ് ദ അൺകോൺഷ്യസ് മൈൻഡ്. അബോധാവസ്ഥയുടെ കുറിച്ചിട്ടാണ് ഒരു സൈക്കോ അനാലിറ്റിക് ക്രിറ്റിക് പഠിക്കുന്നത്. ഹാംലെറ്റിൻ്റെ അബോധ മനസ്സും മാനസിക സംഘർഷങ്ങളൊക്കെ പഠിക്കുന്നു. ആൻഡ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് സ്റ്റഡീസ് ലോൺലിനെസ് ആൻഡ് മീനിങ്. ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ്, അതായത് അസ്തിത്വവാദ വിമർശകന് ലോൺലിനെസ്, ഏകാന്തത, ജീവിതത്തിൻ്റെ അർത്ഥം, മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്നിവയൊക്കെ പഠിക്കുന്നു. ദ ടെക്സ്റ്റ് റിമൈൻസ് ദ സെയിം ബട്ട് മീനിങ്സ് ചേഞ്ച് ബിക്കോസ് റീഡേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ്. അതായത് ഇവിടെ ഹാംലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നാടകം ഒന്ന് തന്നെയാണ്, പക്ഷേ വായനക്കാരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായതിനാൽ അർത്ഥങ്ങളും വ്യത്യസ്തമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഫിനോമിനോളജിക്കൽ ടേംസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റൻഷനാലിറ്റി. ഫിനോമിനോളജിക്കൽ പദങ്ങളാണ്. ഇൻറ്റൻഷനാലിറ്റി എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നസ് ഈസ് ഓൾവേസ് ഡിറക്റ്റഡ് ടുവാർഡ്സ് സംതിങ്. ഇൻറ്റൻഷനാലിറ്റി എന്നത് ഒരു മനുഷ്യബോധം എപ്പോഴും എന്തെങ്കിലും ഒന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന ആശയമാണ്. നമ്മുടെ മനസ്സ് ഒരിക്കലും ശൂന്യമല്ല. നാം ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട്, എന്തിനെങ്കിലും ഭയപ്പെടുന്നു, എന്തെങ്കിലും ഓർക്കുന്നു, എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു വസ്തുവുമായോ വ്യക്തിയുമായോ അനുഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെയാണ് ഇൻറ്റൻഷനാലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് കോർപ്പോറിയാലിറ്റി. ദ ബോഡി ഈസ് ദ സെൻറ്റർ ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. കോർപ്പോറിയാലിറ്റി എന്നത് ശരീരത്തിലൂടെയുള്ള അനുഭവം എന്നാണ് അർത്ഥം. ഫിനോമിനോളജി പറയുന്നത് ശരീരം ഒരു യന്ത്രമല്ല, ലോകത്തെ മനസ്സിലാക്കാനുള്ള പ്രധാന മാർഗമാണ്.
അതായത് നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ ശരീരം പതിയെ അതിൻ്റെ ആ ഒരു ബാലൻസ് കൈവരിക്കുന്നുണ്ട്. ഇരുണ്ട മുറിയിൽ നടക്കുമ്പോൾ കൈകളും കാലുകളും ചലനമൊക്കെ ഉപയോഗിച്ച് വഴി കണ്ടെത്തുന്നു. അതുകൊണ്ട് ശരീരമാണ് മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ കേന്ദ്രം. അടുത്തത് കോൺഷ്യസ്നെസ്, ബോധം. ഹ്യൂമൻ കോൺഷ്യസ്നസ് ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദ വേൾഡ്. ഫിലിമിനോളജിയിൽ ബോധം എന്നത് മനസ്സിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മനുഷ്യൻ എപ്പോഴും ലോകവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു. നമുക്ക് ഓർമ്മകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഭയങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. ഇവയെല്ലാം മനുഷ്യൻ്റെ ബോധത്തെ രൂപപ്പെടുത്തുന്നു. അടുത്തത് എപ്പോക്കെ ഓർ ബ്രാക്കറ്റിംഗ്, സസ്പെൻഡിങ് പേഴ്സണൽ അസംഷൻസ് ടു ഒബ്സർവ് എക്സ്പീരിയൻസ് മോർ ക്ലിയർലി. എപ്പോക്കെ എന്ന് പറഞ്ഞത് നമ്മുടെ മുൻവിധികളും വിശ്വാസങ്ങളും താൽക്കാലികമായി മാറ്റിവെച്ച് ഒരു അനുഭവത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ ശ്രമിക്കുന്ന രീതിയാണ് എപ്പോക്കെ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ കണ്ട ഉടനെ അവൻ്റെ വസ്ത്രം, ജോലി, സാമ്പത്തിക സ്ഥിതി എന്നിവ അടിസ്ഥാനമാക്കി വിധി പറയാതെ ആദ്യം അയാളെ നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞു, ഒരു വർക്കർ, അതായത് ഒരു തൊഴിലാളി, ഒരു പാവപ്പെട്ട തൊഴിലാളി, അയാളെ നമ്മൾ നോക്കുന്ന സമയത്ത് അയാളെ വിദ്യാഭ്യാസം, അയാളെ സമൂഹത്തിലെ സ്ഥാനം, ഇതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഇതൊക്കെ മുൻവിധികളാണ്. ഇതൊക്കെ മാറ്റിവെച്ച് അയാളെന്ന വ്യക്തിയെയാണ് നമ്മൾ നോക്കേണ്ടത്. അയാൾ ധരിച്ച വസ്ത്രമോ കാര്യങ്ങളോ നമ്മൾ നോക്കേണ്ടതില്ല. ലിവ്ഡ് എക്സ്പീരിയൻസ്, ദ ഡയറക്റ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് ബിഫോർ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ. ജീവിച്ച അനുഭവം. ലിവ്ഡ് എക്സ്പീരിയൻസ് എന്നത് മനുഷ്യൻ നേരിട്ട് അനുഭവിക്കുന്ന ജീവിതാനുഭവമാണ്. അത് ശാസ്ത്രീയ വിശദീകരണങ്ങൾക്ക് മുമ്പുള്ള അനുഭവമാണ്. അതായത് ഒരു മഴയുള്ള ദിവസം ഒരു കപ്പ് ചൂട് ചായ കുടിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ചൂട്, മണം, സന്തോഷം, ഓർമ്മകൾ എന്നിവ ചേർന്നതാണ് ലിവ്ഡ് എക്സ്പീരിയൻസ്, എവറിഡേ എക്സ്പീരിയൻസ്, നമ്മുടെ ജീവിച്ച അനുഭവം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫിനോമിനോളജിക്കൽ റീഡിംഗ് ഓഫ് കുട്ടിയും തള്ളയും. The chapter explains Kumaranashan's poem കുട്ടിയും തള്ളയും through phenomenology. A child sees butterflies flying above flowers and believes the flowers themselves are flying. Adults call this a mistake. കുട്ടിയും തള്ളയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ്, കവിതയാണ് ഇത് കുമാരനാശാനാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കവിത ഫിനോമിനോളജിയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട് നമ്മളുടെ ടെക്സ്റ്റിൽ. നോക്കാം. അതിലിങ്ങനെ പറയുന്നുണ്ട്, ഒരു കുട്ടി പൂക്കളുടെ മുകളിൽ നിന്ന് പറക്കുന്ന ചിത്രശലഭങ്ങളെ കാണുന്നുണ്ട് ഒരു കുട്ടി. അപ്പോൾ കുട്ടി പൂക്കൾ പറന്നു പോകുകയാണെന്ന് കരുതുന്നു. കുട്ടിയല്ലേ, കുട്ടി ഇങ്ങനെ കരുതുന്നുണ്ട് പൂക്കൾ പറന്നു പോകുകയാണെന്ന്. എന്നാൽ ഫിനോമിനോളജി പറയുന്നത് കുട്ടിയുടെ ഈ അനുഭവം വളരെ വിലപ്പെട്ടതാണ്. കാരണം കുട്ടി ലോകത്തെ ശാസ്ത്രീയ നിയമങ്ങളിലൂടെയല്ല, മറിച്ച് അത്ഭുതത്തോടെയും സാങ്കല്പിക ശക്തിയോടെയാണ് കാണുന്നത്. ഇത് അഡൽട്സ് കാണുന്ന സമയത്ത് ഇതൊരു തെറ്റാണ്. അതായത് ഫ്ലവേഴ്സ് അല്ല പറന്നു പോകുന്നത്, ബട്ടർഫ്ലൈ ആണ്, പൂമ്പാറ്റയാണ് പറന്നു പോകുന്നത്. കുട്ടി വിചാരിക്കുന്നത് ഈ ബട്ടർഫ്ലൈയും പൂവാണ് പറന്നു പോകുന്നത് എന്നാണ്. Phenomenology says that the child's perception is valuable because it shows the world before rigid scientific thinking. The child's imagination reveals wonder, beauty and direct experience. അപ്പോൾ ഫിനോമിനോളജി പറയുന്നത് കുട്ടിയുടെ അനുഭവം വളരെ വിലപ്പെട്ടതാണ്. കാരണം കുട്ടി ലോകത്തെ ശാസ്ത്രീയ നിയമങ്ങളിലൂടെയല്ല, മറിച്ച് അത്ഭുതത്തോടെയും ഇമാജിനേഷനോടെയൊക്കെയാണ് കുട്ടി കാണുന്നത്. The mother's gentle correction respects the child's experience instead of destroying it. അപ്പോൾ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, കവിതയിൽ കുട്ടിയെ ശകാരിക്കുന്നില്ല, പകരം കുട്ടിയുടെ അനുഭവത്തെ ബഹുമാനിച്ചുകൊണ്ട് പതുക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കുട്ടീനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. The poem reminds us that adulthood often loses the sense of wonder that children naturally possess. അപ്പോൾ ഇത് കുട്ടിയുടെ അത്ഭുതബോധം നഷ്ടപ്പെടുത്താതെ അറിവ് നൽകുന്ന രീതിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ കുട്ടിയുടെ ആ ഒരു ലോകത്തിൽ പൂവും പൂമ്പാറ്റയും ഒക്കെ ഒന്നായിട്ടാണ് കാണുന്നത്, കുട്ടിയുടെ ആ ഒരു സാങ്കല്പിക ലോകത്തിൽ. പക്ഷേ അമ്മക്കറിയാം ഇത് തെറ്റാണ്, അഡൽട്ട് ഇതൊരു ഒരു ഇൻകറക്റ്റായിട്ട് തോന്നും. പക്ഷേ കുട്ടിയുടെ അമ്മ അതിനെ ശകാരിക്കുന്നില്ല, ശകാരിക്കാതെ അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സഹായിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുട്ടിയുടെ ആ ഒരു അത്ഭുതബോധം നഷ്ടപ്പെടുത്താതെ അറിവ് നൽകുന്ന രീതിയാണ് കാണാൻ കഴിയുന്നത്. ഫിനോമിനോളജി ടീച്ചേഴ്സ് ദാറ്റ് എക്സ്പീരിയൻസ് കം ബിഫോർ എക്സ്പ്ലനേഷൻ. It asks us to observe the world as it appears in everyday life. Husserl emphasized lived experience.
Merleau-Ponty showed the importance of the body. Edgar explained the role of time and mortality, and Gadamer showed that history shapes understanding. Later studies phenomenology led to reader response theory, proving that meaning is created through the interaction between the text and the reader. അപ്പോൾ ഫിനോമിനോളജി പറയുന്നത് വിശദീകരണത്തെക്കാൾ എക്സ്പ്ലനേഷനത്തേക്കാൾ കൂടുതൽ അനുഭവത്തിനാണ് പ്രാധാന്യം എന്നാണ്. ഇതൊരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ വിശദീകരണത്തെക്കാൾ കൂടുതൽ എവറിഡേ ലിവ്ഡ് എക്സ്പീരിയൻസ് ആണെന്നാണ് അതിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഹുസൽ ജീവിച്ച അനുഭവത്തിന് പ്രാധാന്യം നൽകി, ലിവ്ഡ് എക്സ്പീരിയൻസിനാണ് പ്രാധാന്യം നൽകിയത്. മെർലോപോണ്ടി ശരീരമാണ് അനുഭവത്തിൻ്റെ കേന്ദ്രമെന്ന് പറഞ്ഞു. അതുപോലെ ഹൈഡഗർ സമയവും മരണവും ജീവിതത്തിന് അർത്ഥം നൽകുന്നു എന്ന് വ്യക്തമാക്കി. ഇതിൻ്റെ ഒരു കൺക്ലൂഷനാണ് കേട്ടോ. അതുപോലെ ഗഡാമർ ചരിത്രവും സംസ്കാരവും നമ്മുടെ ധാരണയെ സ്വാധീനിക്കുന്നു എന്ന് വിശദീകരിച്ചു. ലിറ്റററി സ്റ്റഡീസ് ഫിനോമിനോളജി ലെഡ് ടു റീഡർ റെസ്പോൺസ് തിയറി, പ്രൂവിങ് ദാറ്റ് മീനിങ് ഇസ് ക്രിയേറ്റഡ് ത്രൂ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടെക്സ്റ്റ് ആൻഡ് ദ റീഡർ. സാഹിത്യത്തിൽ ഫിനോമിനോളജി പിന്നീട് റീഡർ റെസ്പോൺസ് തിയറി രൂപപ്പെടാനൊക്കെ വഴിയൊരുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫിനോമിനോളജി എന്ന് പറയുന്നത്. ജസ്റ്റ് ഇത് ഒന്ന് കൺക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ.